ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാർഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യം ഐഫോൺ യൂസറായിരുന്നു. ഞാൻ ആക്ച്വലി 3 കൊല്ലം ഞാൻ ആക്ച്വലി ഐഫോൺ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ iOS 18 ഇറങ്ങിയതിന് ശേഷം ഞാൻ ഐഫോൺ വിട്ടു. ആദ്യം ഞാൻ സെക്കൻഡറി ആക്കിയിരുന്നു, പിന്നെ ഞാൻ ഫുൾ ഐഫോൺ ഒഴിവാക്കി. എന്ന് വെച്ചാൽ ആപ്പിൾ പ്രോഡക്ട്സ് ഫുൾ ഒഴിവാക്കി. എൻ്റെ ആക്ച്വലി എല്ലാ ആപ്പിൾ പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. ഐഫോൺസ് ഉണ്ടായിരുന്നു, ആപ്പിൾ വാച്ച് അൾട്ര. എനിക്ക് ആപ്പിൾ വാച്ച് അൾട്ര നല്ലൊരു സംഭവമായിരുന്നു, പക്ഷേ ഐഫോൺ ഇല്ലാണ്ട് അത് വർക്ക് ചെയ്യില്ല. മാക്ബുക്ക്, ഐപാഡ് എല്ലാ പണ്ടാരങ്ങളും ഉണ്ടായിരുന്നു. ഭയങ്കര ഓവർ പ്രൈസ് ആയുള്ള പരിപാടിയാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയണമെന്നില്ല. പിന്നെ നമ്മൾ അതിന് ശേഷം സാംസങ്ങിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. സാംസങ്ങിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, സെക്കൻഡറി ആയിരുന്നു. പക്ഷേ അത് പിന്നെ പ്രൈമറിയിലേക്ക് ആക്കി. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ ആൻഡ്രോയിഡിൽ വൺ ഓഫ് ദി ബെസ്റ്റ് UI എന്ന് പറയുന്ന സാധനമാണ് വൺ യുഐൻ്റെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാം കിടലനായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ആണ് അവരുടെ ആകെ സാംസങ്ങിന് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അടപ്പ് വൈറസ് കയറിയതാണോന്ന് അറിയില്ല. അവരാകെ പൊളിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ അവരാകെ നഷ്ടത്തിലാണ്. അവരുടെ ഷെയറും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയുന്നത് നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. ഇപ്പോൾ ആകെ വൻ നഷ്ടത്തിലാണ്. ആക്ച്വലി ചൈനീസ് കമ്പനികളടക്കം അവരുടെ ഡിസ്പ്ലേ ഒന്നും എടുക്കുന്നില്ല. ഇപ്പോൾ എന്നുവെച്ചാൽ അവരുടെ ഡിസ്പ്ലേ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടാവില്ലോ. നമ്മുടെ S23 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള S23 ഡിവൈസുകൾക്ക് ഇഷ്ടംപോലെ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി S23 അൾട്ര യൂസറായിരുന്നു. എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അതിൻ്റെ എന്താ പറയുക എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ട് എനിക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു എക്സ്റ്റൻഡ് വാറണ്ടി അൾട്രയ്ക്ക്. പക്ഷേ ഞാൻ മറ്റേത് രണ്ടെണ്ണം ഞാൻ കൊടുത്തു. ഒരെണ്ണം ഞാൻ എക്സ്ചേഞ്ച് ചെയ്തു, ഒരെണ്ണം ഞാൻ കൊടുത്തു. എന്ന് വെച്ചാൽ നമുക്ക് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ കുഴപ്പം. എപ്പോഴാണ് ഗ്രീൻ ലൈൻ വരിക, ഇത് അപ്ഡേറ്റ് ചെയ്യാത്തവർക്കും വരുന്നുണ്ട്, അതാണ് കുഴപ്പം. ഇനി S24 അൾട്രയ്ക്കും ചിലവർക്ക് ഇപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് കുറേ വെച്ച് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോഴും മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത്രയും കാശ് കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങിച്ചിട്ട് ഒരു മനസ്സമാധാനമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ബ്രാൻഡിൻ്റെ കുഴപ്പം തന്നെയാണ്. ഇപ്പം സർവീസ് നോക്കി ഞാൻ അതിനായിട്ട് പത്തറ്റിക് എന്ന് പറഞ്ഞാൽ നല്ല സർവീസ് ഉണ്ടായിരുന്നൊരു ബ്രാൻഡായിരുന്നു. ഇപ്പോൾ കൂതറ എന്ന് പറഞ്ഞാൽ പോരാ, കൂതറൻ്റെ എല്ലാ കാര്യത്തിലും ഐഫോണിനെ ഫോളോ ചെയ്യാന്നുണ്ട് ഇവർ. അപ്പോൾ സർവീസൊക്കെ പറഞ്ഞാൽ പന്നെന്ന് പറഞ്ഞാൽ പന്നെന്ന് വെച്ചാൽ അവന്മാർ പോകുമ്പോൾ 20,000 രൂപ, 30,000 രൂപ, 15,000 രൂപയൊക്കെയാണ് ആ ഡിസ്പ്ലേക്ക് പറയുന്നത്. അവന്മാരുടെ ഇഷ്യൂ കാരണം പോയതാണ്. നമ്മുടെ ഒരു വീടായിട്ട് ഒരു സംഭവം ഇല്ല. എന്നിട്ട് ആ സമയത്താണ് നമ്മുടെ നമ്മൾ ചൈനീസ് ബ്രാൻഡിനെ പൊക്കി പറയല്ല, അവർ കൊടുക്കുന്ന സർവീസ് എങ്ങനെയാണ്. ഇപ്പോൾ വിവോ ആയിക്കോട്ടെ, ഞാനിപ്പോൾ എൻ്റെ പ്രൈമറി ഡിവൈസ് X200 Pro ആണ്. ഞാനിപ്പോൾ വിവോയുടെ X4 5 എടുത്താലൊന്നും ആലോചിക്കുന്നത്. ഒരു ഫോൺ എടുക്കണമെന്ന് കുറച്ച് കാലമായി ആലോചിക്കുന്നു. അതിൻ്റെ ഓവർ പ്രൈസിങ് കാരണമാണ് ഞാൻ ഇത്രയും കാശ് കൊടുത്തൊരു ഫോൺ വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് എന്താവണ്ടേ. ഇപ്പോൾ ഒരു ഫോൾഡ് എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി സംഭവമാണല്ലോ. അതുകൊണ്ട് പിന്നെ അതിന് അത്യാവശ്യം ഓഫറും ഉണ്ട്. 1.2 കിട്ടുന്നൊക്കെ പറയുന്നുണ്ട് ഫോൾഡ് 5. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എന്നുവെച്ചപ്പോൾ ഞാൻ സെക്കൻഡറി ഉപയോഗിക്കുന്നത് ഒപ്പോൻ്റെ Reno 14 ആണ്. അത് ഞാൻ സെക്കൻഡറി ഫോൺ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കട്ടെ. നമ്മൾ വിൽക്കാറുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി അറിയിരിക്കും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 2 വീക്ക് 1 മന്തൊക്കെ ആകുമ്പോഴേക്കും വിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ സാംസങ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കുറേ കമൻറ്റ് ഇങ്ങനെ വരുന്നതാണ്, ഞാൻ എൻ്റെ സാംസങ് S23 വിൽക്കണോ, എൻ്റെ അൾട്ര ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഡിസ്പ്ലേ ഗ്രീൻ ലൈൻ വരുമോ, ഇങ്ങനെ കൊട്ടക്കണക്കിന് കംപ്ലൈൻറ്റ്സ് അല്ല, ഒരു ആൾക്കാരുടെ ഒരു കൊറീസാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ സാംസങ് വിട്ടത്. അല്ലെങ്കിൽ ഞാൻ സാംസങ് വിടില്ല. എന്ന് വെച്ചാൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സംഭവമായിരുന്നു. ഇപ്പോഴും ഞാൻ സാംസങ് പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ സാംസങ്ങിൻ്റെ ടാബാണിത്, S9ൻ്റെ ടാബാണിത്. ഇതിന് എന്ന് വെച്ചാൽ പറയുമ്പോൾ ഓൾറെഡിയാണ്, പക്ഷേ നമ്മുടെ ടാബ്ലെറ്റിനൊന്നും അങ്ങനെ ഒരു ഇഷ്യൂ വന്ന് ആരും കണ്ടിട്ടില്ല, റിപ്പോർട്ടായിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ എനിക്ക് ഇവരുടെ വൺ യു ഐ, സാംസങ് വാലറ്റ്, അതൊക്കെ കിടുകയാണ് സംഭവം. നല്ല ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമായിരുന്നു. പിന്നെ എൻ്റെ മോണിറ്ററൊക്കെ സാംസങ്ങിൻ്റെ സ്മാർട്ട് മോണിറ്ററാണ്. അപ്പോൾ എനിക്കിത് കണക്ട് ചെയ്യാൻ ഭയങ്കര സുഖമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാംസങ് TV, സാംസങ്ങിൻ്റെ എന്താ പറയുക ഫ്രിഡ്ജ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അതിനൊന്നും ഇങ്ങനത്തെ ഇഷ്യൂ. പക്ഷേ ഇപ്പോഴും ഞാൻ റീസെൻ്റ്ലി കുറേ പേരൊക്കെ എന്താ പറയുക വീഡിയോസൊക്കെ കണ്ടു, സാംസങ്ങിൻ്റെ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയിട്ട് സർവീസ് ഭയങ്കര മോശം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താ സാംസങ്ങിന് പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ സാംസങ് എന്തുകൊണ്ടാണ് മാറ്റിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം. ഞാൻ മാറിയത് ഇതിലേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിതൊരു ബ്രാൻഡ് ഫിക്സ് ആയിട്ട് പറയുന്നില്ല. നമുക്ക് ഓൾറെഡി വീഡിയോ പർപ്പസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്കത് ടെസ്റ്റിങ്ങും സംഭവമൊക്കെ ചെയ്ത് നോക്കണമല്ലോ, അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഫോൾഡ് ഞാൻ കുറച്ച് കാലമായി ആലോചിക്കുന്നു. ആദ്യം OnePlus ഓപ്പൺ എടുത്തോളാം വിചാരിച്ചു. പിന്നെ അത് പഴയതായി, പിന്നെ പുതിയത് വന്നൂല്ല എന്തേലും. പിന്നെ സാംസങ് എന്തായാലും ഞാൻ എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ റിസ്ക് ആണ്. ഇപ്പോൾ സാംസങ് ഫോൾഡ് 7 വന്നിരിക്കുന്നത് കിടലിനായിട്ട് ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടും നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ബെറ്റർ ഫോൾഡ് വിവോൻ്റെ തന്നെയാണ്, ക്യാമറ ആയിക്കോട്ടെ, ഡിസ്പ്ലേ ആയിക്കോട്ടെ. പക്ഷേ ഇതിൻ്റെ നല്ല സൂപ്പറായിട്ടുണ്ട്, ഭയങ്കര തിന്നാക്കിയിട്ടുണ്ട് സാംസങ്ങിൻ്റെ. പക്ഷേ ഇത്രയും വില കൊടുത്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെയും പേടിച്ചിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് സാംസങ്ങിൻ്റെ ഇതിലേക്ക് പോകുന്നില്ല. പറയുമ്പോൾ എനിക്ക് ആൻഡ്രോയിഡ് വേൾഡിൽ വൺ ഓഫ് ദി ഫേവറേറ്റ് സാധനമാണ്. പ്രത്യേകിച്ച് അവരുടെ വൺ യുഐൻ്റെ സംഭവം ഉള്ളത് കൊണ്ട് തന്നെ. എന്ന് വെച്ചാൽ പ്രീമിയം ഡിവൈസിൽ വൺ യു ഒരു നെക്സ്റ്റ് ലെവൽ സംഭവമാണ്. ഞാൻ സാംസങ് വാലറ്റൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ
അതിൻ്റെ ഇക്കോസിസ്റ്റം ഒന്ന് മാറേണ്ട വന്നു ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി സാംസങ് യൂസറാണ്, എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, നിങ്ങൾക്ക് അല്ലാത്തപ്പോൾ പക്ഷേ വാറണ്ടിക്ക് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. വാറണ്ടി ഉള്ളവർക്ക് അങ്ങനെ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും വരുന്നില്ല. അല്ലാത്തവരെ വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാത്തവർക്കും വരുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷേ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ഈ സൈബർ വേൾഡിൽ അപ്ഡേറ്റ് ചെയ്യാണ്ടിരിക്കുന്നതും മണ്ടത്തരാണ്. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഡിസിഷൻ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു ബ്രാൻഡിനെ ഡിഫൈൻ ചെയ്യാനൊന്നും പറ്റില്ല. നമുക്കുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇത് നിങ്ങൾ മിക്ക ആൾക്കാരും നിങ്ങൾ സാംസങ് യൂസർ ആണെങ്കിൽ നിങ്ങൾ ഇതിന് യോജിക്കാനാണ് സാധ്യത. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പേടിയുള്ളത് കൊണ്ടാണ് നമ്മളത് മാറ്റിയത്. അല്ലെങ്കിൽ ഞാൻ ശരിക്കും സാംസങ് മാറില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും 1 UI തന്നെയാണ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്താ പറയുക ആൻഡ്രോയിഡ് UI. അത് എല്ലാവരും പറയുന്ന സംഭവമാണ്. അതിൻ്റെ ഫീച്ചറും അതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, നോക്സ് പ്രൊട്ടക്ഷനൊക്കെ കിടിലൻ സാധനമാണ്. നോക്സ് പ്രൊട്ടക്ഷൻ ഒന്നും ആക്ച്വലി ഇവർക്കൊന്നും തരാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഇവരൊക്കെ കുറേയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങി, എക്സ്ട്രാ ചിപ്പുകളൊക്കെ ഇംപ്ലൂഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഗൂഗിളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ഗൂഗിൾ പിക്സലിലൊക്കെ. ഞാനിപ്പോൾ ആക്ച്വലി ഇപ്പോൾ 10 എടുത്താലോ എന്നൊരു ആലോചന ഉണ്ട് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. 10ൻ്റെ വീഡിയോ വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാനിങ്ങനെ റീസെൻ്റ്ലി ഒരു പോൾ കൊടുക്കാം, അതിൽ നിങ്ങൾ പോൾ ചെയ്താൽ മതി. നമ്മളങ്ങനെയാണ് ഫോൺ വാങ്ങിക്കാറ്. എന്ന് വെച്ചാൽ നമ്മളിതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ പറയുന്നത്. റിയൽ റിവ്യൂ ആണ് പറയുന്നത്, റിയൽ റിവ്യൂ അല്ല. അതേപോലെ നമുക്ക് എന്താ പറയുക പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ റിവ്യൂവിന് വേണ്ടി അടിച്ച് അയച്ചു തന്നിട്ടൊന്നുമല്ല. അത് ഞാൻ എടുത്ത് പറഞ്ഞത് മാത്രമല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണവരെ പോട്ടെ എന്നല്ല പറഞ്ഞത്. ഞാൻ നമ്മുടെ ഒരു സംഭവം പറഞ്ഞത് മാത്രമല്ല കേട്ടോ. ഞാൻ അപ്പോൾ അത് ഇനി വെച്ച് നെഗറ്റീവ് ആരും പറഞ്ഞു വരണ്ട. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി സാംസങ് വിടാൻ കാരണം. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് പ്രൈമറി ആയിട്ട് X200 Pro ആണ്. അതിൻ്റെ 300 Proയിലും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലെന്ന് കേട്ടത്. കാണാനും ഇന്റേണൽ എന്തായാലും സ്നാപ്ഡ്രാഗൻ്റെ Gen 2 8 Lite Gen 2 അങ്ങനെ വരുന്നുണ്ടെന്നാണ് കേട്ടത്. അതുപോലെ തന്നെ Xiaomi 15 വരാൻ പോകുന്നുണ്ട്, OnePlus 15 വരാൻ പോകുന്നുണ്ട്. എല്ലാം ഈ കൊല്ലം തന്നെ റിലീസ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. ഇതുകൊണ്ടാണ് ഞാൻ സാംസങ് മെയിൻ വിടാൻ കാരണം. അല്ലാണ്ട് എനിക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ട്. ഇനി എൻ്റെ ഫോണിലോ ഡിസ്പ്ലേ കാലിലൊന്നും കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു കൺസേൺ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മാറാൻ കാരണം കേട്ടോ. പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഓൾറെഡി എക്സ്റ്റൻഡഡ് വാറണ്ടിക്ക് ഉണ്ടായിരുന്നു. 2 ഇയറിൻ്റെ വാറണ്ടി ഉണ്ടായിരുന്നു. എൻ്റെ S23 Ultra 6 മാസം 3 മാസം ഉണ്ടായിട്ടില്ല, 6 മാസം 7 മാസം ഉണ്ടായിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ആ വാറണ്ടി ഉള്ള ടൈമിൽ എന്തായാലും അത് ഒഫീഷ്യൽ സാംസങ്ങിൻ്റെ വാറണ്ടി തന്നെയായിരുന്നു. അപ്പോൾ വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്, 99% വരില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇങ്ങനൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊരു അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം വരുമോ എന്നുള്ളൊരു ഇത് വരില്ലേ. അല്ലാണ്ട് തന്നെ നമ്മുടെ അതിൻ്റെ റിയൽ വേൾഡിൽ ഇഷ്ടം പോലെ സ്ട്രെസ്സുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടി ചുമ്മാ വെറുതെ ആക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ മാറിയത്. അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ മാറില്ല. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇക്കോസിസ്റ്റം ഫുള്ള് നമുക്ക് ഇതിന് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഈ സാംസങ്ങിൻ്റെ സ്മാർട്ട് മോഡലിലൊക്കെ അടക്കം തന്നെ നമുക്ക് വയറൊന്നും ഇല്ലാണ്ട് തന്നെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും, ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും, ടാബ് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ലാപ്ടോപ്പ് വാങ്ങിച്ചാൽ വിചാരിച്ചാൽ ഇതുപോലെ ഇക്കോസിസ്റ്റം ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഇനിയിപ്പോൾ കാര്യമില്ല. അപ്പോൾ സാംസങ്ങിന് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അവർ ആകെ അലമ്പായിട്ട് കൊണ്ടിരിക്കുകയാണ്. സർവീസ് വൈസ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് വൈസ് ആയിക്കോട്ടെ, എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അവർ പറഞ്ഞ പോലെ തന്നെ അവർ ഇങ്ങനത്തെ ഇഷ്യൂ വരുന്നത് അറിയാത്ത പോലെ തന്നെ ഇരിക്കുന്നത്, ഭാവം നടിക്കുന്നത് പോലും ഇല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ എത്ര ആൾക്കാർക്ക് S23 ഇഷ്യൂ ഫേസ് ചെയ്തിരിക്കുന്നത്, അവന്മാർ ഒരു സാധനം പറഞ്ഞിട്ടില്ല. ആകെ S21 S23 സീരീസുകൾക്കാണ് ഫ്രീ റീപ്ലേസ്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതും കുറേ പേർക്ക് കറക്റ്റ് കിട്ടണമെന്നില്ല ഇപ്പോൾ കമൻറ്റ് കണ്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ സാംസങ്ങിന് പറ്റിയെന്നൊരു പിടിയില്ല. ഇങ്ങനെ പോകുകയാണെങ്കിൽ ഓൾറെഡി സാംസങ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇടിഞ്ഞിട്ടാണ് കിടക്കുന്നത്, നഷ്ടത്തിലാണ് കിടക്കുന്നത്. ഇങ്ങനെ പോകുകയാണെങ്കിൽ ആ ഒരു പരിപാടി നിർത്തേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത് കാണാം. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, അല്ലാണ്ട് വേറെ സംഭവമൊന്നുമില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസും ഒന്ന് ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അടുത്ത് കാണാം.